ഫിഷ് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അടിക്കുകയാണ്. ആഹാ, നല്ല മണം വരുന്നുണ്ട്. സംഗതി സക്സസ്, റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ട്രൈ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫ്രണ്ട്സ്. എനിക്കറിയത്തില്ല, ഇതിന്ന് ഒന്ന് പൊള്ളിച്ചെടുക്കാൻ പോയ ഇലയിലൊക്കെ ഇട്ട് കേട്ടോ. എൻ്റെ പേരെനിക്കറിയത്തില്ല. ഇന്ന് ഇലയിലൊക്കെ ഇട്ട് നമുക്ക് മീൻ പൊള്ളിക്കുക എന്ന് അറിയത്തില്ല. അങ്ങനെ ചെയ്യാൻ പോവാം. ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പിച്ചാത്തിയിട്ട് നന്നായി വരഞ്ഞു കൊടുക്കും. കത്തിയിട്ട് ഇങ്ങനെ നല്ലോണം വരഞ്ഞു കൊടുക്കണം. എന്നാലും മസാല എല്ലാം അകത്ത് ചേർത്തുള്ളേ. ഇപ്പം സാധാരണ വറക്കുന്ന പോലെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ട് നമ്മൾ മീനെ നന്നായി പുരട്ടി ചേർക്കുക. മസാലക്കുട്ടന്മാരെല്ലാം അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക. അതിൻ്റെ പള്ളയ്ക്കും എല്ലായിടും തലയ്ക്കും എല്ലാം തേച്ച് പിടിച്ചിട്ട് പണിയുള്ള പണിയാണ് ഇത്. മീൻ പൊള്ളിക്കുക എന്ന് പറഞ്ഞത് കേട്ടോ. ഒരു തവയിലോട്ട് വെച്ച് വറുത്തെടുക്കുക. അവൻ്റെ അകത്താണ് വറുത്തെടുക്കുന്നത്, അതുകൊണ്ട് അധികം എണ്ണ വേണ്ട. ഒരു വശം വെന്തിട്ടുണ്ട്. ഇത് കണ്ട എണ്ണ നിൽക്കുന്നുണ്ടോ? ഓവൻ്റെ അകത്താകുമ്പോൾ അധികം എണ്ണ ആവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വറുക്കുന്നത്. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കടുക് പൊട്ടി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, തക്കാളി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. തേങ്ങാപ്പാലിന് ആവശ്യമായ തേങ്ങ മിക്സിയിൽ ചതച്ചൊന്നെടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂണ്, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾ 1/4 ടീസ്പൂൺ, തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞ തേങ്ങാപ്പാൽ അതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക. അങ്ങനെ നമ്മുടെ മീനിൻ്റെ മസാല എല്ലാം കൂടെ ചേർക്കുക അതിൻ്റെ അകത്തോട്ട്. അടിവശത്തും മേൽവശത്തും ഒരേപോലെ പിടിക്കണം. എണ്ണ ഒഴിച്ച് തവയിലോട്ട് വെക്കുക. ഇല വെച്ച് രണ്ടായി മടക്കി ഇങ്ങനെ നല്ലപോലെ കെട്ടിയെടുക്കണം. അങ്ങനെ നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് തവയിൽ കയറ്റിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് തിരിച്ചും മറിച്ചും അങ്ങനെ ഇട്ട് കൊടുക്കണം. നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് റെഡിയായിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇതിന് മാറ്റി